വരൂ, നമ്മുടെ വിഷയത്തിലേക്ക് വരൂ. ഇവിടെ ഇതാ ഒരു കൂട്ടർ അവകാശപ്പെടുന്നു, ഞങ്ങൾക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുള്ളത്, ഞങ്ങളാണ് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകൾ അംഗീകരിക്കുന്നത്, ഞങ്ങളാണ് ശരിക്ക് നബിയോട് മഹബ്ബത്തുള്ളവർ, ഹുബ്ബുള്ളവർ. ഓ മുജാഹിദുകളെ, നിങ്ങൾക്ക് മുഹമ്മദ് നബി ആരുമല്ലല്ലോ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയോട് ഹുബ്ബില്ലല്ലോ, നിങ്ങൾക്ക് ആ നബിയുടെ മദ്ഹ് കേൾക്കുന്നത് അലർജിയല്ലേ, നിങ്ങൾ ആ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാറില്ലല്ലോ, നിങ്ങൾ ആ നബിയുടെ മുഅ്ജിസത്ത് അംഗീകരിക്കാറുമില്ലല്ലോ എന്ന് മറുപക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ഖുബൂരികൾ അവകാശവാദം ഉന്നയിക്കുന്നു. ഇവരോട് ഇപ്പുറത്തുള്ള സലഫികൾക്ക്, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന പ്രവർത്തകന്മാർക്ക് പറയാനുള്ള മറുപടി എന്താണെന്നോ, അല്ലെങ്കിൽ പറയേണ്ട മറുപടി എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച കക്ഷികൾക്ക് കൊടുത്ത മറുപടി, യഹൂദികൾക്ക് കൊടുത്ത മറുപടി, നസറാനികൾക്ക് കൊടുത്ത മറുപടി, അറേബ്യൻ ജനതക്ക് കൊടുത്ത മറുപടി അതെന്താ? അത് നമ്മൾ ഈ പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. ഓ ജനങ്ങളെ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു അല്ലേ? എങ്ങനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്? അറേബ്യൻ മുശ്രിക്കുകൾ ഇബ്രാഹീമിനെ സ്നേഹിച്ചതുപോലെയാണല്ലേ? അറേബ്യൻ മുശ്രിക്കുകൾ ഇബ്രാഹീമിനെ സ്നേഹിച്ചു. എങ്ങനെ? അവരവരുടെ കൈകൾ കൊണ്ട് ഒരു രൂപം കൊത്തി ഉണ്ടാക്കിയിട്ട് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും പേരിൽ ഇത് ഇബ്രാഹീമാണ് ഇസ്മായിൽ എന്ന നിലക്ക് വിശുദ്ധ കഅബാലയത്തിൽ കൊണ്ടുപോയി തന്നെ വെച്ചു. അവരുടെ കൈകളിൽ അമ്പ് കോല് കൊടുത്തു. എന്നിട്ട് യാത്രക്കൊരുങ്ങുമ്പോ നിങ്ങളതാ ആ കഅബക്കകത്ത് കയറിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി അഭിപ്രായം ആരാഞ്ഞു. അങ്ങനെയാ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഇത് വാസ്തവത്തിൽ ഇബ്രാഹിം നബി ഇഷ്ടപ്പെട്ട കാര്യമാണോ? ജീവിതത്തിൽ വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതി എന്ന് മാത്രമല്ല, അഗ്നികുണ്ഡം ഏറ്റുവാങ്ങേണ്ടി വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ സ്നേഹം പറയുന്ന കക്ഷി സ്നേഹിച്ചതിന്റെ കാരണം പറഞ്ഞതെന്താണ്? വിഗ്രഹമുണ്ടാക്കിക്കൊണ്ട് സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശവാദം ഉന്നയിച്ചില്ലേ, ഇബ്രാഹിമി പാതയിൽ ഞങ്ങളാണുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് എങ്ങനെയാണ്? അതേ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തേക്ക് മക്കം ഫത്ഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള വടി കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു. കഅബക്കകത്തതാ നോക്കുമ്പോ രണ്ടാളുകളുടെ വൻ വിഗ്രഹങ്ങളെ കാണുന്നു. ഇബ്രാഹീമാണ്, ഇസ്മായിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കുത്തിയങ്ങ് മറിച്ചിടുന്നു ഈ രണ്ട് വിഗ്രഹങ്ങളെയും. എന്നിട്ട് പറയുന്നു, ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരപ്പെടേണ്ടത് തന്നെ എന്നും പറഞ്ഞ് കയ്യിലുള്ള വടി കൊണ്ട് ഈ വിഗ്രഹങ്ങളെ കുത്തി താഴേക്ക് മറിച്ചിട്ട് അതങ്ങെടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുന്നു. ഒരു കൂട്ടര് സ്നേഹിക്കാൻ കാരണം കണ്ടത് ഈ വിഗ്രഹമുണ്ടാക്കലാണ്. മറുകക്ഷി സ്നേഹത്തിന്റെ കാരണമായി ചെയ്തത് അതേ വിഗ്രഹം പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ്. ഇവിടെ ആരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം? ആരുടെ സ്നേഹമാണ് സുഹൃത്തെ ഇവിടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ട് കൂട്ടരും സ്നേഹം കൊണ്ടാണ് ചെയ്തത്. അബൂജഹിലിന്റെ ആളുകൾ സ്നേഹം കൊണ്ടാ ചെയ്തത് ഈ വിഗ്രഹമുണ്ടാക്കിയത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും സ്നേഹം കൊണ്ടാണ് അതേ വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇതിൽ യഥാർത്ഥ സ്നേഹം തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു. ഈ നബിയെ ഇത്തിബാഴ് ചെയ്തവരാരാണോ അവർക്കേ ആ നബിയുടെ പേരിൽ അവകാശം പറയാൻ യോഗ്യതയുള്ളൂ. ചരിത്രം പഠിക്കുന്ന ഒരാളും നിഷേധിക്കില്ലല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയ ആളാണ്. സ്വന്തം ബാപ്പ പോലും വിഗ്രഹം വിറ്റ് നടന്നപ്പോ അതിനെതിരെ ചോദ്യം ചെയ്ത മഹാനാണ്. അതുപോലെ തന്നെ അമ്പുകോലുകൊണ്ട് പ്രശ്നം നോക്കിയിട്ടില്ല ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഗ്രഹത്തെ എടുത്തങ്ങ് പുറത്തേക്ക് എറിയുമ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, ഈ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരിക്കലും അമ്പുകോല് കൊണ്ട് ഭാഗ്യം നോക്കിയിട്ടില്ലാത്തയാളാണല്ലോ. എന്നിട്ട് ആ മഹാന്റെ പേരിൽ നിങ്ങൾ ഈ വൃത്തികേട് ചെയ്തല്ലോ എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഗ്രഹത്തെയും അതിന്റെ അമ്പുകോലുകളടക്കം പുറത്തേക്ക് വലിച്ചെറിയുന്നു.
സ്നേഹപ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങളാ കാണുന്നത്. സ്നേഹപ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങളാ കാണുന്നത്. ഇതിലേത് മുഖമാണ് ഇസ്ലാമികം? ഇതുപോലെ ചിന്തിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ രണ്ട് മുഖങ്ങൾ ഇന്നുമുണ്ട്. ഒരു കൂട്ടരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്നു. എന്താ തെളിവ്? ഞങ്ങളാണ് റസൂലുള്ളാഹിയുടെ പേരിൽ മദ്ഹ് ബുറുദ ചൊല്ലുന്നത്, ഞങ്ങളാണ് മദ്ഹ് ചൊല്ലുന്നത്. ആ മദ്ഹിൽ അവരെന്താ പറയുന്നത്? യാ അക്റമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. യാ അക്റമൽ ഖൽഖി, പടപ്പുകളിൽ ഏറ്റവും ആദരണീയരായ നബിയേ, മാലി, എനിക്ക് മൻ അലൂദു ബിഹി, എനിക്ക് അഭയം ചോദിച്ചു ചെല്ലാൻ, എനിക്ക് കാവൽ ചോദിച്ചു ചെല്ലാൻ, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമന്വേഷിച്ചുകൊണ്ട് എനിക്ക് അഭയം ചോദിക്കാൻ ആരുണ്ട് നബിയേ? സിവാക്ക, അങ്ങയല്ലാതെ, അങ്ങല്ലാതെ എനിക്കാരുണ്ട്? ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകമായ രൂപത്തിലുള്ള വിപത്തുകളൊക്കെ വരുമ്പോ എനിക്ക് സങ്കടം പറയാനും എനിക്ക് അഭയം ചോദിക്കാനും എനിക്ക് കാവൽ തേടാനും അങ്ങയല്ലാതെ എനിക്കാരുമില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പച്ചയായി നേരിട്ടുള്ള വിളിച്ചു പ്രാർത്ഥനയാണത്. ഒരു കാലത്ത് അതൊക്കെ പറയാൻ ചിലർക്ക് മടിയുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങളെന്ന്. ഇതാ ഈ ലക്കത്തിൽ പോലും പച്ചയായി അവർ സമ്മതിക്കുന്നു. സുന്നികളെന്ന് വെറുതെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് അവകാശപ്പെടുന്ന, എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തിന് എതിര് പ്രവർത്തിക്കുന്ന കക്ഷികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് മാസികയിൽ അവര് പറയുന്നു, അതാ ഞങ്ങളുടെ ഒരു യോഗം കൂടിയപ്പോ ആ യോഗത്തിൽ പങ്കെടുത്തവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ആ ബൈത്തങ്ങ് ബുറുദ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാ അവര് പറയുന്നത്. അപ്പൊ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷി ചെയ്യുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മങ്കൂസ് മൗലൂദിലൂടെ അവരെന്താ ചൊല്ലുന്നത്? റബീഉൽ അവ്വൽ മാസം തുടങ്ങിയാൽ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുൽഫി ശദീദി ഫഅസ്ഇദീ. നേതാക്കന്മാരുടെ മുഴുവൻ നേതാവായ നബിയേ, അങ്ങയെയാണ് ഞാൻ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത്. അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എന്റെ പ്രതീക്ഷയ്ക്ക് എതിര് നിന്നുകൊണ്ട് എന്നെ ഖായിബായി മടക്കരുത് നബിയേ. ഖദ് ഹല്ല ബി, എന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. മാ ഖദ് അലിംത, അങ്ങേക്കറിയാമല്ലോ എനിക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ടെന്ന് നബിയെ അങ്ങക്കറിയാമല്ലോ. അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് എല്ലാ രൂപത്തിലുള്ള ദൗർബല്യങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നൽകിക്കൊണ്ട് എനിക്ക് സൗഭാഗ്യം തരണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നബിയോട് സ്നേഹം കാണിക്കുന്ന മുഖമാണ് ഈ പറയുന്നത്. അതേ അവസരത്തിൽ നാം പറയുന്നു, അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള വരികൾ പാടരുത്, അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതിലേത് സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം? തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാന്റെ റസൂലിന്റെ അധ്യാപനം നോക്കിയിട്ട്